നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സ്കൂട്ടിയിൽ സഞ്ചരിച്ചിരുന്ന അധ്യാപികയെ അമിതവേഗത്തിലെത്തിയ മോട്ടോർ സൈക്കിളിടിച്ചു. കഴിഞ്ഞ ദിവസം കരകപുത്തൂർ മധുപ്പുള്ളി പാതയിലാണ് അപകടം. അധ്യാപിക ജോലി കഴിഞ്ഞ് സ്കൂട്ടിയിൽ വരികയായിരുന്ന മധുപ്പുള്ളി സ്വദേശിയായ അധ്യാപികയാണ് അമിതവേഗത്തിലെത്തിയ ഡ്യൂക്ക് ഇരുചക്രവാഹനം ഇടിച്ചത്. അമിതവേഗത്തിലെത്തിയിരുന്ന വാഹനം വീട്ടിലേക്ക് തിരിയുന്നതിനായിരുന്ന അധ്യാപികയുടെ വാഹനത്തിൽ ഇടിച്ചതോടെ വീടിന്റെ ഗേറ്റിന് മുന്നിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അധ്യാപികയെ ഉടൻ തന്നെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലുകൾക്ക് കാര്യമായി പരിക്കേറ്റ ഇവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാകുമ്പോൾ സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പദ്ധതിയിൽ 300 സംരംഭങ്ങൾ പ്രാവർത്തികമാക്കിയതിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അത് മന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ടും താല്പര്യം കൊണ്ടുമാണ്. മന്ത്രിയുടെ അല്ല, സ്പീക്കറുടെ പ്രത്യേകമായ ഇടപെടലായിരുന്നു. അന്നത്തെ സ്പീക്കറിനകത്തായിരുന്നു SBEP നടപ്പാക്കുമ്പോൾ അതിൽ ഓരോ ഘട്ടത്തിലും സ്പീക്കറാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇവിടുത്തെ MLA എന്ന നിലയിൽ പ്രത്യേകമായി ഇടപെട്ടിട്ടുണ്ട്. 6 കോടി രൂപയുടെ പദ്ധതിയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ തുടക്കം കുറിച്ച പദ്ധതിയിൽ 352 പ്രൊജക്ടുകൾക്കാണ് അംഗീകാരം നൽകിയത്. വെറും 4.5 മാസം കൊണ്ടാണ് 300 പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. അടുത്ത 4 വർഷം കൊണ്ട് 2400 സംരംഭ പ്രൊജക്ടുകൾ തൃത്താലയിൽ ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യം. അത് തൃത്താലയിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാവും. തൊഴിലും വരുമാനവും ഉറപ്പായ സ്ത്രീകൾക്ക് അന്യാശ്രയം കുറയ്ക്കാനാവുകയും അവർക്ക് അത് നൽകുന്ന സ്വാതന്ത്ര്യവും വലുതാണ്. സംരംഭങ്ങളിലൂടെ മാത്രമേ നാടിന്റെ സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കാനാവൂ. സർക്കാർ പ്രാഥമിക പരിഗണന നൽകുന്നത് സംരംഭം വളർത്തുക എന്നതിനാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വ്യവസായ വകുപ്പും തദ്ദേശ വകുപ്പും സംയുക്തമായി സംരംഭക വർഷം ആരംഭിച്ചു. 1 ലക്ഷം സംരംഭങ്ങൾ ലക്ഷ്യമിട്ടതിൽ നിന്നുയർന്ന് 1.39 ലക്ഷം സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരവും ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ 2023 വരെയുള്ള 5 വർഷ കാലയളവിൽ 91,575 കോടിയുടെ നിക്ഷേപം കേരളത്തിൽ ഉണ്ടായി എന്ന കണക്ക് പുറത്തുവന്നു. സംരംഭം വളർത്തുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കെ-ലിഫ്റ്റ് എന്ന പുതിയ പദ്ധതി ആരംഭിക്കാനുള്ള ശ്രമത്തിന് കഴിഞ്ഞ ബജറ്റ് തുടക്കമിട്ടു. 1 കൊല്ലത്തിൽ 3 ലക്ഷം ഉപജീവന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ലക്ഷ്യം. 3 ലക്ഷം കർഷകരാണ് കുടുംബശ്രീയിലുള്ളത്. 12,000 ഹെക്ടർ കൃഷി ഇവർ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയാൽ കേരളത്തിൽ പച്ചക്കറി സ്വയം പര്യാപ്തമാവും. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ അവർ തന്നെ വിൽക്കുന്ന വെജിറ്റബിൾ കിയോസ്കുകൾക്ക് സർക്കാർ തുടക്കമിട്ടു. കുടുംബശ്രീയുടെ പ്രസിദ്ധമായ കൈപ്പുണ്യം പ്രയോജനപ്പെടുത്തി കുടുംബശ്രീ പ്രീമിയം കഫേ ഹോട്ടലുകൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. വനസുന്ദരി ഉൾപ്പെടെ കുടുംബശ്രീയുടെ പ്രിയങ്കരമായ 4 ഭക്ഷണ ഉൽപ്പന്നങ്ങൾക്ക് പേറ്റന്റ് നേടിയെടുക്കാൻ ശ്രമം തുടങ്ങി. കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾക്ക് സർക്കാർ 161 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ആകെ ഹോട്ടലുകളുടെ ശരാശരി എടുത്താൽ ഓരോ ജനകീയ ഹോട്ടലിനും 16 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഇവർക്ക് വെള്ളം, വൈദ്യുതി, കെട്ടിട വാടക, സബ്സിഡി നിരക്കിൽ അരി എന്നിവയും ലഭിക്കുന്നുണ്ട്. സ്ത്രീ ജീവിതങ്ങളിൽ നേരിട്ട് മാറ്റമുണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം അഭിമാനകരമായ ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു. സുസ്ഥിര തൃത്താല പദ്ധതിയെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. വട്ടനാട് GLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന അധ്യക്ഷയായി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അനു വിനോദ്, ഷാനിബ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ ബാലചന്ദ്രൻ, മനോമോഹൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, കുടുംബശ്രീ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, CDS ചെയർപേഴ്സൺമാർ എന്നിവരും പങ്കെടുത്തു. സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ്. സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം കേരളത്തിൽ 5ാം ഘട്ടത്തിൽ 10 ബ്ലോക്കാണ് തിരഞ്ഞെടുത്തത്. അതിലൊന്നാണ് തൃത്താല. വ്യക്തിപരമായും ഗ്രൂപ്പായും കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൃത്താല ബ്ലോക്കിനകത്തുള്ള കുടുംബങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 6.5 കോടി രൂപയുടേതാണ് പദ്ധതി. സ്ത്രീകളെയും കുടുംബങ്ങളെയും വരുമാനദായകമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്ന് പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും അതിലൂടെ ഇവരുടെ സാമൂഹികവും സാമ്പത്തികമായ ഉന്നമനം കൈവരിക്കുകയും ആയതിന്റെ ഫലമായി ബ്ലോക്ക് പരിധിയിലെ പ്രദേശങ്ങളിൽ എല്ലാ മേഖലകളിലും പ്രത്യേക ഉണർവുണ്ടാക്കുന്നതിനും സഹായകരമാണ് ഈ പദ്ധതി. CCTV ന്യൂസ്, തൃത്താല.
തിപ്പലശ്ശേരിയിൽ ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം 3 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാരും മാക്സ് പ്രവർത്തകരും ചേർന്ന് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ചട്ടിക്കുന്നത്ത് 27 വയസ്സുള്ള രഞ്ജിത്ത്, എരുമപ്പെട്ടി അറനാട്ടിൽ 23 വയസ്സുള്ള വിജീഷ്, എരുമപ്പെട്ടി സ്വദേശി നിജിൽ എന്നിവരെയാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അപകടം. അക്കിഗാവ് ഭാഗത്തേക്ക് പോയിരുന്ന കാറിനെ മറികടക്കുന്നതിനിടയിൽ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്തിനെയും വിജീഷിനെയും എരുമപ്പെട്ടി പ്രവർത്തകരും നിജിലിനെ അല്ലമിൻ ആംബുലൻസ് പ്രവർത്തകരുമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ VS സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥി. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളെ വാർത്താ സമ്മേളനത്തിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. CPI നേതൃയോഗത്തിന്റേതാണ് തീരുമാനം. രാജ്യം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിൽ നഷ്ടമായ മണ്ഡലം ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയനായ സുനിൽകുമാറിനെ ഇടതുമുന്നണി രംഗത്തിറക്കുന്നത്. AISFലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ സുനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി പദം വരെ എത്തിയിരുന്നു. യുവജന സംഘടനയായ AIYFന്റെ ദേശീയ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ കൃഷിവകുപ്പ് കൈകാര്യം ചെയ്ത് തന്റെ സ്വതസിദ്ധമായ ജനകീയത കൊണ്ട് ശ്രദ്ധേയനായിരുന്നു. അന്തിക്കാട് വെളിച്ചപ്പാട് വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും പത്മാവതിയുടെയും മകനായി ജനിച്ച സുനിൽകുമാർ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിലും തിരുവനന്തപുരം ലോ അക്കാദമിയിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വിദ്യാർത്ഥി യുവജന നേതാവായിരിക്കെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പോലീസ് മർദ്ദനവും ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താദ്യമായി ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് പോലീസ് നടത്തിയ നരനായാട്ടിൽ തല തകർന്ന് മാസങ്ങളോളം ചികിത്സയ്ക്ക് വിധേയനായിരുന്നു. നവോദയ സമരം, പ്രീ ഡിഗ്രി ബോർഡ് സമരം, ഇലക്ട്രിസിറ്റി സമരം, മെഡിക്കൽ കോളേജ് സമരം എന്നിവയുടെ മുന്നണി പോരാളിയായിരുന്നു. 2006 നിയമസഭയിലേക്ക് ചേർപ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുനിൽകുമാർ 2011 കയ്പമംഗലത്തു നിന്നും 2016 തൃശൂരിൽ നിന്നും വിജയം ആവർത്തിച്ചു. ലോക്സഭയിലേക്കുള്ള കന്നിയംഗമാണെങ്കിലും തൃശൂരിൽ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത എല്ലാ വിഭാഗങ്ങളുമായി തികഞ്ഞ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. സിറ്റിംഗ് MP TN പ്രതാപൻ കോൺഗ്രസിനായും സുരേഷ് ഗോപി BJPക്കായും കളത്തിലിറങ്ങുമ്പോൾ തൃശൂരിൽ ഇക്കുറി പോരാട്ടം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയും ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തൃശൂരിൽ നിന്നാണ് ആരംഭിച്ചത്. അതുകൊണ്ടുതന്നെ വേനൽ ചൂടിനെ തോൽപ്പിക്കുന്ന പോരാട്ട ചൂടിനാണ് വരും ദിവസങ്ങളിൽ തൃശൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. മാർച്ച് 2, 3, 4 തീയതികളിലായി കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സിയോയ കുന്നംകുളം മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പതാക ഉയർത്തി. CCTV ടവറിന് മുന്നിൽ മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ പതാക ഉയർത്തൽ നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി KV അബ്ദുൾ അസീസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KA യാക്കൂബ്, ഷാജി V ജോസ്, കേബിൾ TV ഓപ്പറേറ്റർമാരായ KM എഡ്വിൻ, PK പ്രേംരാജ്, ബാബു പോൾട്ടി, CO ബിജു, പ്രിൻസൺ, AV രവി, CK പ്രിൻസൺ, CCTV സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം മധുരപലഹാര വിതരണവും ഉണ്ടായി. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് നഗരത്തിൽ പതാക ഉയർത്തി. ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തി. സെക്രട്ടറി KC ജെയിംസ്, ജില്ലാ കമ്മിറ്റി അംഗം TK ഷമീർ, വൈസ് പ്രസിഡന്റ് TS രാജൻ, CM മനാഫ്, T മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. കരിയന്നൂർ GMLP സ്കൂൾ പൊലിവ് 2024 വാർഷികാഘോഷവും
നിർമ്മാണം പൂർത്തിയാക്കിയ കിച്ചൺ കം സ്റ്റോർ റൂം, നവീകരിച്ച പ്രീ പ്രൈമറി ബ്ലോക്ക് എന്നിവയുടെ ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. കരിയന്നൂർ GMLP സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപയുടെ ഭരണാനുമതി ആയതായി മന്ത്രി അറിയിച്ചു. അധികം വൈകാതെ ടെൻഡർ നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിന് ആ 1 കോടി രൂപയ്ക്കുള്ള ഭരണാനുമതിയായ വിവരം ഞാനിപ്പോൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി, ഒരാൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ അറിയിക്കുകയാണ്, 1 കോടി രൂപയുടെ ഭരണാനുമതി ആയിട്ടുണ്ട്. അധികം വൈകാതെ നമ്മൾ അതിന്റെ ടെൻഡർ നിർമ്മാണ പ്രവർത്തനം നടത്തും. അപ്പൊ അതിനൊക്കെ വരുമ്പോൾ ബാക്കി വിശദമായിട്ട് പ്രസംഗിക്കാം. എന്തായാലും ഇത് അറിയിക്കാൻ ഒരവസരം കിട്ടിയതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഇവിടെ കിച്ചന്റെ ഉദ്ഘാടനം നടത്തി, പിന്നെ കെട്ടിട പുനരുദ്ധാരണത്തിന്റെയും ഉദ്ഘാടനം നടത്തി. രണ്ടും സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫണ്ടാണ് എന്നുകൂടി ഇപ്പോൾ അറിയിക്കുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. തൃത്താല മണ്ഡലത്തിലെ കല്ലടത്തൂരിലുള്ള ഗോഖലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും 3.12 കോടി രൂപ വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലുള്ള കെട്ടിടത്തിൽ 12 ക്ലാസ് മുറികൾ, 9 ശുചിമുറികൾ, ഭിന്നശേഷി ശൗചാലയം, സ്റ്റേജ്, ഡ്രസ്സിംഗ് റൂം എന്നീ സൗകര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 2025 ജൂണിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുതിയ കെട്ടിടത്തിൽ ക്ലാസ് നടത്താനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലെ സ്കൂളുകൾക്കായി കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ ഇതുവരെ ചിലവഴിച്ചതും ലഭ്യമാക്കിയതുമായ തുക 38 സ്കൂളുകൾക്ക് 49.67 കോടി രൂപയാണ്. ഏറ്റവും സാധാരണ കുടുംബത്തിലെ കുട്ടികൾക്കും പഠിച്ച ഉയരങ്ങളിൽ എത്താനായാണ് സർക്കാർ സ്കൂളിന് ഫണ്ട് നൽകുന്നത്. മണ്ഡലത്തിലെ കാങ്ങപ്പുഴ, കൂട്ടക്കടവ് റെഗുലേറ്ററുകളുടെ പണി റെക്കോർഡ് വേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഈ സർക്കാർ സ്കൂളിൽ ഇങ്ങനെ കാശ് കൊടുക്കുന്നത് എന്ന്. നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണ കുട്ടികൾക്കും പഠിച്ച് ഉയരത്തിലെത്താൻ വേണ്ടിയാണ് സർക്കാർ സ്കൂളിന് പണം കൊടുക്കുന്നത്. 3 നിലകളുള്ള ഈ കെട്ടിടത്തിൽ 12 ക്ലാസ് മുറികൾ, 9 ടോയ്ലറ്റ്, ഒപ്പം ഭിന്നശേഷി ടോയ്ലറ്റ്, പിന്നെ ഒരു സ്റ്റേജ്, ഡ്രസ്സിംഗ് റൂം, ഇത്രയും സൗകര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. കരാർ പ്രകാരം 15 മാസം കൊണ്ട് പണി തീർക്കണം. അതായത് ഇന്നിപ്പോ ഫെബ്രുവരി 25 2025 ജൂണിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് ആ പുതിയ കെട്ടിടത്തിൽ ക്ലാസുകൾ നടത്താനാവും. 2025 ജൂണിൽ. പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജിന അധ്യക്ഷയായി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. പ്രസിദ്ധമായ കോഴിമാംപറമ്പ് പൂരത്തിന്റെ ഭാഗമായി കോഴിമാംപറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സാംസ്കാരികം 2024 പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ താരം കൃപ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമിതി പ്രസിഡന്റ് KP മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പൊൻചിലമ്പ് പുരസ്കാരം കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിനും, രവികിരണം പുരസ്കാരം ചെറുതുരുത്തി PNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്തിനും, പ്രശസ്ത തുള്ളൽ കലാകാരൻ വേദിയിൽ മൺമറഞ്ഞ ഗീതാനന്ദന്റെ സ്മൃതി പുരസ്കാരം കലാമണ്ഡലം ജിനേഷിനും നൽകി. വള്ളത്തോൾ നഗര പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. രക്ഷാധികാരി MS രാഘവൻ, ചീഫ് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ, വൈസ് പ്രസിഡന്റുമാരായ KK മുരളീധരൻ, NK ശശികുമാർ, സെക്രട്ടറിമാരായ KC സുകുമാരൻ, OK സുന്ദരൻ, കലാമണ്ഡലം നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി PG രതീഷ് സ്വാഗതവും ട്രഷറർ മനോജ് തൈക്കാട്ടിൽ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മാധ്യമപ്രവർത്തകരെയും ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ആദ്യ രാത്രിക്ക് ഇവിടെ ചാക്യാർ കൂത്തുണ്ട്. ചാക്യാർ കൂത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊടിയേറുന്നത്. മറ്റു പല സ്ഥലത്തും ഇല്ലാത്തൊരു ആചാരമാണെന്ന് തോന്നുന്നു. ചാക്യാർ കൂത്തുണ്ട് ഇപ്പോൾ പല അമ്പലങ്ങളിലും. അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇവിടെ ഉത്സവം നടക്കുന്ന 14 ദിവസവും ചാക്യാർ കൂത്ത് അരങ്ങേറുന്നു. അത് രാത്രി 12 മണിക്കും 11 മണിക്കും ഒക്കെയാണ്. അപ്പൊ എനിക്ക് ഒരു കൗതുകം തോന്നിയത് എന്താ വെച്ചാൽ, ഈ 12 മണിക്കും 11 മണിക്കൊക്കെ കാണാൻ, ചാക്യാർ കൂത്ത് കാണാൻ ആൾക്കാരുണ്ടോ എന്ന് വെച്ചു. അപ്പൊ സംഘാടകർ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു, ഇത്രയ്ക്കൊന്നും
വർണ്ണശബളമായി പോയി. എനിക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൊച്ചുമക്കളുടെ നൃത്തനൃത്യങ്ങൾ കാണാനായിരിക്കും, അല്ലെങ്കിൽ അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ കാണാനാണ് ഒത്തുകൂടിയിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും പരമ്പരാഗതമായ കലകൾ ഒരുപാട് പ്രതിഭാധനരെ വാർത്തെടുത്തിട്ടുള്ള ഒരു മണ്ണാണ് വള്ളത്തോളിന്റെ പാവന സ്മരണയുള്ള ഈ ചെറുതുരുത്തിയിൽ. കലാമണ്ഡലത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നിങ്ങളോട് കലയുടെ പ്രാധാന്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ലിവിങ് എക്സാമ്പിൾസ് ആണ് ഇന്നിവിടെ പുരസ്കാര ജേതാക്കളായിട്ടുള്ള ജിനേഷ് ചേട്ടനും എന്താ പറയുക പ്രസന്ന ടീച്ചറും ഒക്കെ. അപ്പം ആയുർവേദ രംഗത്തും ചെറുതുരുത്തിക്ക് അഭിമാനിക്കാം, PNNM ആയുർവേദ കോളേജ്. അപ്പം സന്ധ്യ മാം അവിടുത്തെ ഒരു റെപ്രസെന്റേറ്റീവ് ആണെന്ന് അറിഞ്ഞു. പശുവിന് കൊടുക്കാനുള്ള മരുന്ന് അബദ്ധത്തിൽ മാറിക്കഴിച്ച തൃത്താല സ്വദേശിക്ക് ജീവൻ നഷ്ടമായി. തൃത്താല കൊട്ടക്കാഞ്ചേരി വീട്ടിൽ ഉമ്മറാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. പശുവിന്റെ ചെല്ല് കളയാനുള്ള മരുന്ന് ചുമയ്ക്കുള്ള മരുന്നാണെന്ന് കരുതി അബദ്ധത്തിൽ കുടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഞായറാഴ്ച രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. ആമിന ഭാര്യയും റഹീല, റമീസ, റിയാസ്, റിസ്വാന എന്നിവർ മക്കളുമാണ്. മൃതദേഹം തൃത്താല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി. ഇതോടെ നിലവര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.